ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ കുറച്ച് നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാപ്പ് ക്ലോസ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിനൊരു ബാഡ് സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ നാരങ്ങയോ അതിൻ്റെ തൊലിയോ ഏതായാലും മതി കേട്ടോ. ഇതിൽ നിന്ന് ഇതേപോലെ 2-3 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ബോട്ടിലിന് അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ. ഇതിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ്, അങ്ങനെ ബോയിലായിട്ടുള്ള വെള്ളമൊന്നുമല്ല, പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരു അര കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ ഒഴിച്ചാൽ മതിയാവും. ഇതിൽ നിറച്ചൊഴിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഒരു മണിക്കൂർ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്ത് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ നോക്കുകയാണെങ്കിൽ ബോട്ടിൽ നല്ല ക്ലീനായിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബോട്ടിലിനകത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ലെമൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വെള്ളം കൊടുത്തൊക്കെ വിടുമ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ റൈസൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ട് വന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു റൈസ് നമ്മൾ സാധാരണ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്നത് ഇതൊന്ന് ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ബോയിൽ ചെയ്ത് അത് ഊറ്റി എടുത്തിട്ടൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ അരിപ്പയുള്ള പാത്രം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീമറോ ഇഡ്ഡലി പാത്രമോ ഏതെങ്കിലും എടുത്താൽ മതി. അതിനകത്തേക്ക് നമുക്കിത് ഇതേപോലെ റൈസ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം വെറും ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ. ഇതൊന്ന് അതായത് ആ ഒരു വെള്ളം ഒന്ന് ബോയിൽ ആവുന്ന ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരും. ഈ ഒരു റൈസ് എടുക്കുകയാണെങ്കിൽ ഈ റൈസിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവില്ല. നമുക്കിതിങ്ങനെ ഊറ്റിയെടുക്കേണ്ട, അത് വീണ്ടും തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു തണുപ്പെല്ലാം മാറിയിട്ട് നല്ല ചൂടായിട്ട് നമ്മുടെ ഫ്രഷ് റൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് റൈസ് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച റൈസ് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പം റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നന്നായിട്ട് തണുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ അറിയാൻ പറ്റും, നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഗ്രീൻ പീസോ അല്ലെങ്കിൽ കടലയോ പയറോ ഒക്കെ നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ കറി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ സോക്ക് അതായത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വെറും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഹോട്ട് പോട്ട് എടുക്കുക കേട്ടോ. നമ്മുടെ ചൂടാറാത്ത പാത്രം ഉണ്ടാവില്ലേ, നമ്മൾ ചൂടാറാതെ സൂക്ഷിക്കുന്ന പാത്രം. അപ്പോൾ ഈ ഒരു കാസറോള് അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് പോട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഞാനിവിടെ ഗ്രീൻ പീസാണ് എടുക്കുന്നത്, അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ബോയിലായിട്ടുള്ള വെള്ളമൊന്നുമല്ല, പക്ഷേ നല്ല ചൂടുണ്ടാവണം കേട്ടോ ഈ വെള്ളത്തിന്. ഈ ഒരു വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് നമ്മൾ സാധാരണയായിട്ടൊരു 4-5 മണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കടലയോ പയറോ ഒക്കെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് മറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഗ്രീൻ പീസോ കടലയോ ഒക്കെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു ചൂടുവെള്ളത്തിലിട്ടപ്പോൾ അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മറന്നൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ഒഴിവാക്കണ്ട, ഇതേപോലെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊരു സ്പെയർ ബോട്ടിൽ വെച്ചേക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ജ്യൂസോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്ന ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തത് കൊണ്ട് നമുക്കുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊന്നും, അതായത് നമ്മുടെ കൈക്കൊന്നും പെട്ടെന്ന് ഈ അലർജിക് പ്രോബ്ലംസ് ഒന്നും വരില്ല. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷമുള്ളതും നമ്മളിതിപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോഴും കണ്ടോ ഇത്രയും തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈലൂട്ട് ചെയ്ത ആ ഒരു പോർഷൻ വെച്ച് തന്നെ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ച് കൂടുതൽ കാലം യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കൈക്ക് അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ടീയോ അല്ലെങ്കിൽ കോഫി, ഷുഗർ അല്ലെങ്കിൽ മസാല പൗഡേഴ്സൊക്കെ നമ്മൾ ഇതുപോലുള്ള ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് എന്തായാലും ഒരു സ്പൂണും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്പൂൺ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തേ കണ്ടില്ലേ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പൂണിന് എടുക്കുക, ഇത് നേരെ തിരിച്ചിട്ട് ഇതേപോലെ അകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ വെജിറ്റബിളോ അല്ലെങ്കിൽ നോൺ വെജോ എന്ത് കറികൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് ഈ കറി കഴിക്കാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ബോയിൽ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കറി ഡയറക്റ്റ് നമ്മളെടുത്ത് ബോയിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. ആ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് ബോയിൽ ആവണം, നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ്. അതായത് നമുക്ക് കുറച്ച് നേരത്തേക്കും കൂടി കഴിഞ്ഞ് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്ത് വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറിയുടെ ഫ്രഷ്നെസ് അതേപോലെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ അതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളത് ഒന്നുകൂടി ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പം വെജോ നോൺ വെജോ എന്തായാലും അത് ഓവർ കുക്കായി പോവുകയും ചെയ്യും കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോയിലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ തന്നെയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.